രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ പുതിയ ഉണർവ് സൃഷ്ടിച്ച് സംഘടനയെ ബലപ്പെടുത്താനാണ് ബി.ജെ.പി. കേന്ദ്ര കമ്മിറ്റിയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി പുനഃസംഘടന നടത്തി പുതിയ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു. എന്നാൽ ഇതിൽ കടുത്ത അതൃപ്തിയിലാണ് വി മുരളീധര പക്ഷം. ജനറൽ സെക്രട്ടറിമാരായും വൈസ് പ്രസിഡന്റായും മുരളീധര പക്ഷത്തെ ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം സുരേന്ദ്രപക്ഷത്തെ ആളുകളെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ കടുത്ത അമർഷത്തിലാണ് മുരളീധര പക്ഷം. 4 ജനറൽ സെക്രട്ടറിമാരിൽ എം.ടി. രമേശിനെ മാത്രമാണ് നിലനിർത്തിയത്. ഒപ്പം തഴയപ്പെടുന്നുവെന്ന പരാതി നിരവധി തവണ ഉയർത്തിയ ശോഭാ സുരേന്ദ്രന് ജനറൽ സെക്രട്ടറി പദവി നൽകി. പുതിയ പ്രഖ്യാപനത്തിൽ അമർഷം രേഖപ്പെടുത്തി പരസ്യ നിലപാടിലേക്ക് കടക്കാനൊരുങ്ങുകയാണ് നേതാക്കൾ. വി മുരളീധര പക്ഷക്കാരനായ PR ശിവശങ്കരൻ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് അടിച്ചിരുന്നു. ഇതോടെ രാജീവ് ചന്ദ്രശേഖരനെതിരായ പടലപ്പിണക്കം മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ്. നേരത്തെ നേതൃയോഗങ്ങളിലേക്ക് സുരേന്ദ്രപക്ഷത്തെയും വി മുരളീധര പക്ഷത്തെയും വിളിക്കുന്നില്ലെന്ന ആരോപണം ഉയർന്നിരുന്നു. അതിനിടയിലാണ് പുനഃസംഘടനയിലെ വെട്ടൽ. പട്ടികയിലുള്ളത് 90% കൃഷ്ണദാസ് പക്ഷക്കാരാണെന്ന വിമർശനം പാർട്ടിക്കകത്ത് ശക്തമാണ്. ബി.ജെ.പിയുടെ പോഷക സംഘടനയുടെ തലപ്പത്ത് നിലവിൽ മുരളീധര പക്ഷക്കാരാണ്. ഇവിടെയും ഒരുപക്ഷെ അഴിച്ചുപടി നടക്കാൻ സാധ്യതയുണ്ട്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.